2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ബിജെപി പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇന്ന് ആ പട്ടികയിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ് ബിജെപി. ചില സുപ്രധാന മണ്ഡലങ്ങളിൽ മത്സരിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ബിജെപി ഉള്ളത്. ജയിക്കുക എന്ന തന്ത്രം മാത്രമല്ല ബിജെപിക്കുള്ളത്, പകരം മത്സരിക്കാതെ രാഷ്ട്രീയ ശത്രുക്കളെ തോൽപ്പിക്കണമെന്ന തന്ത്രവുമുണ്ട്. ഈ പ്ലാൻ ബിയുടെ പിന്നിൽ ആരായിരുന്നാലും മത്സരിക്കാതിരുന്നാൽ പഴയ വോട്ട് കച്ചവട വിവാദം മടങ്ങി വരുമെന്ന ആശങ്കയിലാണ് ബിജെപിയിൽ ഒരു വിഭാഗമുള്ളത്. വട്ടിയൂർക്കാവ്, ധർമ്മടം, കൂത്തുപറമ്പ്, ബേപ്പൂർ, കളമശ്ശേരി, പറവൂർ, തൃപ്പൂണിത്തുറ, ഹരിപ്പാട്, അമ്പലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് മത്സരിക്കാതെ വിട്ടുനിന്ന് രാഷ്ട്രീയ ശത്രുക്കളെ തോൽപ്പിക്കാൻ ബിജെപി പദ്ധതിയിടുന്നത്. ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, ചിലരെ തോൽപ്പിക്കാതെ ഇനി മുന്നോട്ടില്ല എന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ നിലപാട്. അത് RSS താല്പര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണെന്നാണ് വിവരം. ബിജെപിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമൻ കെ മുരളീധരനാണ്. കേരളത്തിൽ ബിജെപിക്ക് ഉണ്ടായിരുന്ന ഏക സീറ്റായ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച കുറ്റമാണ് കെ മുരളീധരനെ RSS മുഖ്യ ശത്രുവാക്കിയത്. ബിജെപി ഏറെ വിജയസാധ്യത കൽപ്പിച്ചിരുന്ന മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ്. അവസാന നിമിഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുരളീധരൻ എത്തിയതോടെ വലിയ തിരിച്ചടിയാണ് ബിജെപിക്ക് ഉണ്ടായത്. മണ്ഡലം വി ശിവൻകുട്ടിക്ക് ലഭിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ കെ മുരളീധരൻ എവിടെ മത്സരിച്ചാലും തോൽപ്പിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് സംഘപരിവാർ ഇപ്പോഴുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. അതിനാൽ ധർമ്മടത്ത് ബിജെപി മത്സരിക്കേണ്ടെന്നാണ് ഇപ്പോഴത്തെ ആലോചനയെന്നാണ് വിവരം. ജില്ലയിലെ മറ്റൊരു മണ്ഡലമായ കൂത്തുപറമ്പും ഹിറ്റ് ലിസ്റ്റിൽ തന്നെയാണ്. രാജ്യസഭാ MP സി സദാനന്ദനെതിരായ അക്രമ രാഷ്ട്രീയത്തിന് LDFനോട് പകവീട്ടാനുള്ള അവസരം ഒരുക്കണമെന്ന ആലോചനയാണ് ഇവിടെ മത്സരിക്കാതെ പോരാടാൻ ബിജെപി ആലോചിക്കുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഇനി നിയമസഭ കാണിക്കരുതെന്ന രാഷ്ട്രീയ അജണ്ടയും ബിജെപിക്കുണ്ട്. റിയാസിനെതിരായ വോട്ട് ഭിന്നിക്കാതിരിക്കാൻ ബേപ്പൂരിൽ മത്സരിക്കേണ്ട എന്ന RSS ചിന്തയും ബിജെപി നേതൃത്വത്തിന് മുന്നിലെത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, പറവൂർ, തൃപ്പൂണിത്തുറ എന്നീ മണ്ഡലങ്ങളിലും മത്സരിക്കാതിരിക്കാൻ ബിജെപിക്ക് പദ്ധതിയുണ്ട്. ശക്തമായ ബിജെപി വിരുദ്ധ നിലപാടെടുക്കുന്ന മന്ത്രി P രാജീവ് വീണ്ടും കളമശ്ശേരിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ തോൽപ്പിക്കണമെന്നതും അജണ്ട തന്നെയാണ്. RSSനെ ശത്രുവായി പ്രഖ്യാപിച്ച് നീങ്ങുന്ന പ്രതിപക്ഷ നേതാവായ VD സതീശനും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കണമെന്നതാണ് RSSന്റെ ആഗ്രഹം. നേമത്ത് കോൺഗ്രസ് തോറ്റിട്ടും ബിജെപിയുടെ പരാജയത്തിൽ സന്തോഷിച്ചതിലുള്ള പ്രതികാരം എന്നോണമാണ് ഈ നീക്കം. അമ്പലപ്പുഴ MLA ആയ H സലാമിന് തീവ്ര ഇസ്ലാമിക സംഘടനയുടെ പിന്തുണയുണ്ട് എന്ന ആക്ഷേപമാണ് ബിജെപി കാലങ്ങളായി ഉന്നയിക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതകത്തോടെ ഇത് കടുക്കുകയും ചെയ്തു. ചില മണ്ഡലങ്ങളിൽ മത്സരിക്കാതെ രാഷ്ട്രീയ എതിരാളികളെ തോൽപ്പിക്കാൻ ഒരു രാഷ്ട്രീയ തന്ത്രം പയറ്റണമെന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചന മാത്രമാണ്, തീരുമാനമല്ല. പക്ഷേ ഈ തന്ത്രം സ്വീകരിക്കുമ്പോൾ ബിജെപി വോട്ട് കച്ചവടം നടത്തിയെന്ന വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും. അതിനാൽ തെരഞ്ഞെടുപ്പിൽ ഈ സാഹസം ഒഴിവാക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സമ്മർദ്ദവും ശക്തമായിരിക്കും.